ഒരു പായ്വഞ്ചിയിൽ ലോകം ചുറ്റി ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ തീരത്തിറങ്ങിയ ദിൽനയും രൂപയും തൊട്ടത് സർക്കും നാവിഗേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ജോഡി എന്ന റെക്കോർഡാണ്. ദിൽന കോഴിക്കോടുകാരിയാണ്, രൂപ പുതുച്ചേരിക്കാരിയും. 238 ദിവസം കൊണ്ട് 3 സമുദ്രങ്ങൾ കടന്ന് 47,450 കിലോമീറ്റർ കവർ ചെയ്താണ് ഈ രണ്ടുപേരും ഇന്നലെ നമ്മുടെ നാട്ടിൽ മടങ്ങിയെത്തിയത്. ഇവർക്ക് രണ്ടുപേർക്കും ഗംഭീരമായ സ്വീകരണമാണ് ഗവൺമെൻറ് കൊടുത്തത്. ഇപ്പോൾ മറുപടി പ്രസംഗത്തിൽ ദിൽന പറഞ്ഞൊരു കാര്യമുണ്ട്. 20 മീറ്റർ ഉയരത്തിൽ മതിൽ പോലെ തിരകൾ ഞങ്ങളെ വന്നിടിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ശാന്തമായ സമുദ്രത്തിൻ്റെ സൗന്ദര്യം കാട്ടിത്തന്ന മറ്റു ചില ദിവസങ്ങളും. ഒരു ദിവസം പസഫിക് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ഞങ്ങളുടെ വഞ്ചിയുടെ നാവിഗേഷൻ പാനലിൻ്റെ പ്രവർത്തനം നിലച്ചു. GPS, ഓട്ടോ പൈലറ്റ് ഒന്നും തുണയ്ക്കില്ലാതെ 3 മണിക്കൂറോളം ഞങ്ങൾ കടലിൽ ഒറ്റപ്പെട്ടുപോയി. ആ 3 മണിക്കൂർ ഒരു ജീവിതകാലം പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ആധുനിക ഉപകരണങ്ങൾ നൽകുന്ന സുരക്ഷിതത്വ ബോധം നൈമിഷികമാണെന്ന് കൂടി ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ ദിൽനയും രൂപയും അവിടെ ഉൾക്കരത്തുകൊണ്ടാണ് ഈ കടലുറ്റി വന്നത്. തിരമാലകൾ ഉയർന്നപ്പോഴും ടെക്നോളജി അവർ ഉപേക്ഷിച്ചപ്പോഴും അവർ ഡിപ്പെൻഡ് ചെയ്തത് അവരുടെ ഉൾക്കരുത്തിലാണ്. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതൊരു സമുദ്രത്തിനോ അതൊരു കാലാവസ്ഥയ്ക്കോ അതൊരു ടെക്നോളജിക്കോ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ഗോസ്പൽ ഈശോ അതാ പറയുന്നത്. നിങ്ങളെന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ്സിനെ ആർക്കും നിങ്ങളിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇംപ്രഗ്നബിൾ ഹാപ്പിനെസ്സാണത്. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതേ നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളിലല്ല, ചുറ്റുമുള്ള ചില സ്ഥലങ്ങളിലല്ല, ചുറ്റുമുള്ള ചില സാധനങ്ങളിലും അല്ല. മറിച്ച് അത് എൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടെത്തേണ്ട ഒന്ന്. എൻ്റെ ഉള്ളിലാണതെങ്കിൽ അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റും.